അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് ജൗവിദിൽ നമ്മൾ പഠിക്കുന്നത് അൽ മദ്ദുൽ അസ്ലി എന്ന വിധിയാണ്. അൽ മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ ദീർഘിപ്പിക്കേണ്ട മദ്ദുകൾ, അസ്ലിയായിട്ടുള്ള മദ്ദുകൾ, അസ്ലിയായി ഉണ്ടാകുന്ന മദ്ദുകൾ. അസ്ലിയായ മദ്ദുകൾ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ അത് വരുമ്പോൾ നമ്മൾ നിർബന്ധമായും നീട്ടിയിരിക്കേണ്ട അവസ്ഥയാണ്. അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അലിഫ് വരികയും അതിൻ്റെ മുമ്പ് ഫത്ഹ വരികയും ചെയ്താൽ അത് മദ്ദിൻ്റെ അക്ഷരമാണ്. സാക്കിനായ അലിഫും അതിന് മുമ്പ് ഫത്ഹ, അതുപോലെ സാക്കിനായ വാവ് അതിന് മുമ്പ് ദമ്മ, സാക്കിനായ യാ അതിന് മുമ്പ് കസ്റ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മദ്ദിൻ്റെ അക്ഷരങ്ങളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇത് അടിസ്ഥാനപരമായ മദ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. രണ്ട് ഹറക്കത്തുകൾക്ക് തുല്യമായി നീട്ടണം. ഏതുപോലെ ഖാല, ഇവിടെ ഖാല ചെറിയ രൂപത്തിലേ നീട്ടുന്നുള്ളൂ. പക്ഷേ ആ ദീർഘിപ്പിക്കലിനെ, നീട്ടലിനെ നമ്മൾ എടുത്തു കളഞ്ഞാലോ ആ മദ് എന്ന അക്ഷരം ഇല്ലാതെയായി പോകും. അപ്പോൾ അത് വളരെ ഒറിജിനലായിട്ടുള്ള മദ്ദാണ് ഈ അൽ മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സൂറത്തുൽ അസ്ർ ഓതിക്കൊണ്ടത് മനസ്സിലാക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന. ഇവിടെ അൽ ഇൻസാന എന്ന പദത്തിൽ സീനിന് ശേഷം നമ്മൾക്ക് ചെറിയൊരു അലിഫ് കാണാൻ കഴിയും, അല്ലേ? ആ അലിഫിന് മുമ്പ് നമ്മൾക്ക് ഫത്ഹയും കാണാം. അങ്ങനെയാണെങ്കിൽ അത് മദ്ദിൻ്റെ അക്ഷരമാണ്. അപ്പോൾ നമ്മൾ അവിടെ രണ്ട് ഹറക്കത്തുകൾ നീട്ടണം. ഇൻസാന, ഇൻസാന എന്ന് പറയണം. അൽ ഇൻസന എന്ന് പറഞ്ഞാൽ ആ മദ്ദിൻ്റെ അക്ഷരം തന്നെ ഇല്ലാതെയായി. അതുകൊണ്ടാണ് അസ്ലിയായ മദ്ദ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ മദ്ദിൻ്റെ ഒരു അക്ഷരമായി പറഞ്ഞത് യാ ആണ്. അതിന് മുമ്പ് കസ്റ വന്ന യാ. അവിടെ ലഫീ ഖുസ്ർ, ഇവിടെ ലഫീ, ഫായിന് ശേഷം യാ വന്നു. ആ യാക്ക് മുമ്പ് കസ്റയുള്ള അക്ഷരമാണ് വന്നത്. അപ്പോൾ അവിടെയും നമ്മൾ രണ്ട് ഹറക്കത്തുകൾ നീട്ടണം. ലഫീ, അവിടെ നമ്മൾ ലഫി ഖുസ്ർ എന്ന് പറഞ്ഞാൽ ആ മദ്ദിൻ്റെ അക്ഷരം തന്നെ കളഞ്ഞു. അങ്ങനെ ഉണ്ടാകരുത്. ഇല്ലല്ലദീന, ഇവിടെയും അങ്ങനെ തന്നെ. അല്ലദീന, ഇവിടെ യാ എന്ന മദ്ദിൻ്റെ അക്ഷരമാണ്. അല്ലദീന എന്നാക്കിയാൽ ശരിയാവുകയില്ല. അപ്പോൾ അല്ലദീന ആമനൂ, ഇവിടെ വാവിൻ്റെ മദ്ദും നമ്മൾക്ക് കാണാം. വാവ് വന്നു, അതിന് മുമ്പ് ദമ്മയും വന്നപ്പോൾ അവിടെയും നമ്മൾ നീട്ടുന്നു. ആമനൂ, അല്ലേ? ആമനുവ എന്ന് പറയരുത്. അതുപോലെ നമ്മൾ രണ്ട് ഹറക്കത്തുകളിൽ കൂടുതൽ നീട്ടാനും പാടില്ല. ആമനൂ വഅമിലു എന്ന് പറയരുത്. രണ്ട് ഹറക്കത്തുകൾ മാത്രമേ നീട്ടാവൂ. അതല്ലെങ്കിൽ അതിന് ചില കാരണങ്ങൾ ഉണ്ടാകണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ ഹംസയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമ്മൾ ദീർഘിക്കുക, ഇതിലധികം നീട്ടി ഓതുക. 4 ഹർക്കത്തൊക്കെ ആക്കണമെങ്കിൽ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾക്ക് ശേഷം ഹംസയോ മറ്റ് മദ്ദിൻ്റെ കാരണങ്ങൾ വരണം. വഅമിലു, വഅമിലു സ്സാലിഹാത്ത്, ഇവിടെ വഅമിലു സ്സാലിഹാത്ത്, അസ്സാലിഹാത്ത് എന്ന പദത്തിലെ സ്വാദിന് ശേഷം അലിഫ് വന്നു. അവിടെയും നമ്മൾ അസ്സാലി, കണ്ടോ, അവിടെയും ദീർഘിപ്പിക്കുന്നു. അസ്സാലിഹാത്ത്, ഇവിടെയും നീട്ടുന്നു. എന്നാൽ രണ്ട് ഹറക്കത്തുകളിൽ കൂടുതൽ നീട്ടുന്നുമില്ല. വതവാസൗ ബിൽഹഖ്, വതവാസൗ, ഇവിടെ വാവിന് ശേഷവും അലിഫിൻ്റെ മദ്ദാണ് വന്നിട്ടുള്ളത്. ബിൽഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.